മധ്യവേനലവധിക്കാലം അവസാനിക്കുകയാണ്. പഠനത്തിന്റെ സജീവമായ ദിനങ്ങളിലേക്ക് കടക്കാൻ വിദ്യാർത്ഥികളുടെ മുന്നിൽ ഇനി 2 ദിവസങ്ങൾ മാത്രം. ജൂൺ 1-നാണ് പ്രവേശനോത്സവം. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്താണ്. ജില്ലാതലങ്ങളിലും ബ്ലോക്ക്, പഞ്ചായത്ത് തലങ്ങളിലും ഉദ്ഘാടന ചടങ്ങുകൾ നടക്കും. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പ്രത്യേക ഗാനം ഉണ്ടാവും. ദീർഘനേരമുള്ള പ്രസംഗങ്ങൾക്ക് പകരം കുട്ടികളുമായി സംവദിക്കുന്ന അവതരണങ്ങൾക്കാവും പ്രവേശനോത്സവത്തിൽ പ്രാധാന്യം. ഇരിട്ടി ഉപജില്ലയിലടക്കം പരിപാടിയുടെ ഒരുക്കങ്ങളായതായി BPC നിഷാന്ത് പറഞ്ഞു. നമുക്കറിയാം 2026-27 അധ്യയന വർഷത്തെ പൊതു വിദ്യാഭ്യാസ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് GHS വെച്ചിട്ടാണ്. അത് സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകളാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, മറ്റു മന്ത്രിമാർ ഒക്കെ ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. ഇനി അതുകൂടാതെ ഓരോ ജില്ലയിലും ഇത്തരത്തിലുള്ള പ്രവേശനോത്സവവും സബ് ജില്ലാ തലത്തിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കാറുണ്ട്. ഇത്തവണ നമ്മൾ കണ്ണൂർ ജില്ലയിലേക്ക് വരികയാണെങ്കിൽ ജില്ലാതല കണ്ണൂർ ജില്ലയിൽ പ്രവേശനോത്സവം ജില്ലാതല പ്രവേശനോത്സവം നടക്കുന്നത് GHS മമ്പറം സ്കൂളിൽ വെച്ചിട്ടാണ്. ഇനി നമ്മുടെ സബ് ജില്ലയായ ഇരിട്ടി സബ് ജില്ലയിൽ ഇത്തവണ സബ് ജില്ലാതല പ്രവേശനോത്സവം നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് GUPS തില്ലങ്കേരിയിൽ വെച്ചിട്ടാണ്. GUPS തില്ലങ്കേരിയിൽ ഇത്തവണ ഈ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി V സരള അവർകളാണ്. ആ പ്രവേശനോത്സവം ഇത്തവണയും വളരെ ആകർഷകമായിട്ട് തന്നെയാണ് ഇരിട്ടി സബ് ജില്ലയിലും സംഘടിപ്പിക്കുന്നത്. പ്രവേശനോത്സവ ഗാനം, ഇത്തവണത്തെ പ്രവേശനോത്സവ ഗാനം റെഡിയായിട്ടുണ്ട്. അത് നമ്മുടെ എല്ലാ സ്കൂളുകളിലേക്കും, കേരളത്തിലെ എല്ലാ പൊതുവിദ്യാലയങ്ങളിലേക്കും അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അതുകൂടാതെ സബ് ജില്ലാതല പ്രവേശനോത്സവത്തിന് പുറമെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവം സംഘടിപ്പിക്കാറുണ്ട്. നമ്മുടെ ഇരിട്ടി സബ് ജില്ലയിലും എല്ലാ സ്കൂളുകളിലും അതിൻ്റെ നിർദ്ദേശം AEO തലത്തിൽ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വളരെ മികച്ച രീതിയിൽ ഇത്തവണത്തെ പ്രവേശനോത്സവം എല്ലാ സ്കൂളുകളിലും സംഘടിപ്പിക്കുമെന്നാണ് പറയാനുള്ളത്. പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി കുട്ടികളെ പങ്കെടുപ്പിച്ചിട്ടുള്ള ഘോഷയാത്രകളും ഒഴിവാക്കിയിട്ടുണ്ട്. ഏജനറ്റ് ന്യൂസ്, ഇരിട്ടി.